ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ് മ്യൂച്വൽ ഫണ്ട് ക്ലാസിഫിക്കേഷൻസ്. മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ മെക്കാനിസം ഫോർ പൂളിംഗ് സേവിങ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. പബ്ലിക്കിന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള സേവിങ്സ് പൂൾ ചെയ്യുന്ന ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹു ഈസ് റെഡി ടു ഇൻവെസ്റ്റ് ദെയർ മണി. അപ്പോൾ അവർക്ക് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവരുടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ട് നമ്മളെ സെക്യൂരിറ്റീസിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സെബിയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ്സ് എ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഫോം ഓഫ് ട്രസ്റ്റ് എന്നാണ് സെബി അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിനെ. അതായത് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു റേസ് മണി ത്രൂ സെയിൽ ഓഫ് യൂണിറ്റ്സ്. അതായത് ഈ ട്രസ്റ്റ് എന്താണ് ചെയ്യുന്നത് ശരിക്കും? അപ്പോൾ ഇറ്റ്സ് കളക്ടിങ് മണി ഫ്രം ദ സെയിൽ ഓഫ് യൂണിറ്റ്സ്. ഇവിടെ നമ്മൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് സ്മോളസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റർ ക്യാൻ ഡൺ ത്രൂ മ്യൂച്വൽ ഫണ്ട്. എന്നിട്ട് ഈ കളക്ട് ചെയ്യുന്ന ഫണ്ട് ഇറ്റ്സ് ഇൻവെസ്റ്റഡ് ഇൻ വാരിയസ് പോർട്ട്ഫോളിയോസ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഗിവ് റിട്ടേൺ ടു ദ പബ്ലിക്. വാരിയസ് സ്കീംസ് ഉണ്ടായിരിക്കും അതിന്. അതായത് ഗോൾഡ് റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരിക്കും, ഡെറ്റ് ഫണ്ട് ഉണ്ടായിരിക്കും, റിയൽ എസ്റ്റേറ്റ് ഫണ്ട് ഉണ്ടായിരിക്കും, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരിക്കും. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ റിട്ടേൺ പബ്ലിക്കിന് കൊടുക്കും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിവിടെ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പോൾ ഈ ചാർട്ട് ഒന്ന് നോക്കുക. 3 ക്ലാസിഫിക്കേഷൻ ആണ് നമുക്കുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ, ഓൺ ദ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ്, ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ അത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ നമുക്ക് 3 സബ് ടൈപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഓപ്പൺ എൻഡഡ് സ്കീം, സെക്കൻഡ് വൺ ക്ലോസ്ഡ് എൻഡഡ് സ്കീം ആൻഡ് തേർഡ് വൺ ഇൻട്രവൽ സ്കീം. അപ്പോൾ എന്താണ് ഓപ്പൺ എൻഡഡ് സ്കീം എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് അവൈലബിൾ ഫോർ സബ്സ്ക്രിപ്ഷൻ വിത്തൗട്ട് സ്പെസിഫൈങ് എനി ഡ്യൂറേഷൻ. നമുക്കവിടെ ഒരു ഡ്യൂറേഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ദാറ്റ് ഈസ് ഡു നോട്ട് ഹാവ് എനി ഫിക്സഡ് മെച്യൂരിറ്റി. ദാറ്റ് ഈസ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ കൺവീനിയൻ്റ്ലി ബൈ ആൻഡ് സെൽ അറ്റ് എനി ടൈം അറ്റ് ഇറ്റ്സ് NAV. ദാറ്റ് ഈസ് നെറ്റ് അസറ്റ് വാല്യൂവിൽ എപ്പോൾ വേണമെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ക്ലോസ്ഡ് എൻഡ് സ്കീമാണ്. ക്ലോസ്ഡ് എൻഡഡ് സ്കീം മീൻസ് ഇറ്റ് ഹാസ് ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ്. ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് റേഞ്ചസ് ബിറ്റ്വീൻ 3 to 15 years. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത് സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആവുള്ളൂ. ഇറ്റ്സ് ഓപ്പൺ ഫോർ സബ്സ്ക്രിപ്ഷൻ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഓൺലി. അപ്പോൾ ആ മെച്യൂരിറ്റി പീരീഡ് ഓൾറെഡി ഓപ്പണിങ്ങിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതും നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പർച്ചേസ് ചെയ്യാം, സെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഹൗ മച്ച് ഡ്യൂറേഷൻ വി ക്യാൻ ഇൻവെസ്റ്റ് എന്നുള്ളത് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലോസ് ആവും. ഓക്കെ, അതാണ് ഓപ്പൺ എൻഡഡ് സ്കീം. അതായത് ഈ സെക്കൻഡ് കാറ്റഗറിയിൽ എത്ര ഡ്യൂറേഷനാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യമേ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് ക്ലോസ്ഡ് എൻഡഡ് സ്കീം. ഇനി നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് ഇൻട്രവൽ സ്കീം. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പൺ എൻഡഡ് ആൻഡ് ക്ലോസ്ഡ് എൻഡഡ് സ്കീം എന്നാണ് പറയുന്നത്. നമ്മൾ മുന്നിൽ ഡിസ്കസ് ചെയ്ത 2 സ്കീമിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് ഇത് വരുന്നത്. ഈ തേർഡ് കാറ്റഗറി അതായത് ഇൻട്രവൽ സ്കീമിൽ പറയുന്നത് ഇറ്റ്സ് ഓപ്പൺ ഫോർ സെയിൽ ഓർ റിഡംഷൻ ഡ്യൂറിങ് എ പ്രീഡിറ്റർമിൻഡ് ഇൻട്രവൽ അറ്റ് NAV. അതായത് നെറ്റ് അസറ്റ് വാല്യൂവിൽ സെയിലോ റിഡംഷനോ ചെയ്യാം. പക്ഷേ ഒരു പ്രീഡിറ്റർമിൻഡ് ഇൻട്രവൽ എന്ന് പറയുന്നുണ്ട്. ആ ഇൻട്രവലിനെയാണ്, അതായത് ആ പീരീഡിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ പീരീഡ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു 2 ട്രാൻസാക്ഷൻ്റെ ഇടയിലുള്ളൊരു പീരീഡാണ് നമ്മൾ ഇൻട്രവൽ എന്ന് യൂസ് ചെയ്യുന്നത് ഇവിടെ. അതായത് തേർഡ് കാറ്റഗറി സ്കീം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓപ്പൺ ഫോർ എ പീരീഡ് ഓഫ് ടൈം. ആ ഒരു പീരീഡ് ഓഫ് ടൈം അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. എന്നിട്ട് ആഫ്റ്റർ സം പീരീഡ് ഓഫ് ടൈം ഇറ്റ്സ് അഗെയിൻ ഓപ്പൺ ഫോർ സബ്സ്ക്രിപ്ഷൻ. അത് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് സബ്സ്ക്രിപ്ഷന് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതിനെയാണ് ആ ഒരു ഇൻട്രവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 സബ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചറിൻ്റെ അണ്ടറിൽ നമ്മൾ കണ്ടത്. ഓപ്പൺ എൻഡഡ് സ്കീം, ക്ലോസ്ഡ് എൻഡ് സ്കീം ആൻഡ് ഇൻട്രവൽ സ്കീം.